ഹായ്, നമ്മളെല്ലാവരും ഇന്നലെ 8:30 തൊട്ട് ഒരു 10:45 വരെ ഒന്നിച്ചുണ്ടായിരുന്നില്ലേ? ലൈവിലുണ്ടായിരുന്നു. അപ്പം ലൈവിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ അതുപോലെ ചെയ്തു. അതിൻ്റെ അകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചായിരിക്കും നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് എനിക്ക് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ കാര്യം ഞാൻ പറയാവേ. ഇന്നലെ നമ്മളെല്ലാവരും കൂടെ ലൈവിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ, പുള്ളി അപ്പുറത്തെ ഹാളിൽ, അതായത് ബാക്കിലെ ഹാളിലിരുന്ന് എൻ്റെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്താന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ഉണ്ട് ഒരു പ്രണയം. അത് ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ എൻ്റെ ഈ ജോത്സ്യപരമായിട്ടുള്ള വീഡിയോ ഒക്കെ നിർത്തണമെന്ന് പുള്ളി പറഞ്ഞിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്ക് എന്നും പറഞ്ഞ് മിണ്ടാതെയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒന്നിച്ച് ഒരു ടേബിളില്ല, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നാണ് കഴിക്കുന്നത്. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഞാൻ ഓർത്തു ഇതിലൊരു ഇത്തിരി പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് പുള്ളിയോ ഈ വീഡിയോ ഒന്നും കാണുന്നില്ലെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം ഇന്നലെ ലൈവൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേ എൻ്റെ താത്തുവിനോട് പുള്ളി ചോദിക്കുവാണേ, അവൾ ഇപ്പം പറയും അവൾക്ക് ഇനി ഈ വയസ്സനാങ്കാലത്ത് ആരോടാ പ്രണയം എന്നൊക്കെ പറയുന്നത്, അല്ല ഇവൾക്ക് ആരോടാ പ്രേമം, അല്ല ഇവൾ ആരുടെയും കൂടെ എന്നെ വേണ്ടെന്നല്ല, എന്നെ എൻ്റെ മക്കളെയും വേണ്ടെന്ന് വെച്ചിട്ട് പോകാനായിട്ടിരിക്കുവാണ്. ഞാനതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, അയന്നെ പപ്പ അങ്ങനെ പറഞ്ഞത് അല്ല എനിക്ക് അറിയണ്ടേ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകത്തില്ലേന്ന് ചോദിച്ചു. എൻ്റെ ഈശ്വര, ഞാനോർത്ത് ഈ മനുഷ്യനെ ഇത്ര പഞ്ചപാവാണോ, മനുഷ്യന് ഇത്രയ്ക്ക് വെളിവില്ലാതായി പോയ ഒരു മനുഷ്യൻ റിട്ടയർഡായി എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് തലയിലേ ഉള്ള വെളിച്ചമുള്ള ഇറങ്ങിപ്പോയോ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഒരു വിഷമം വന്നു. നിങ്ങളിൽ ആരും വന്നു. എന്നിട്ട് പുള്ളി പറയുമെന്ന് പറഞ്ഞ്, അവള് ചോദിച്ചതിൻ്റെ ആൻസറായിട്ട് കുറേ പേര് വന്ന് പറഞ്ഞു. 2-3 പേര് മാത്രമേ വന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, കാവ്യ എന്നെ തേച്ചിട്ട് പോയി. പിന്നെ 2-3 പേര് പറഞ്ഞു പ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ ചിലർ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ വന്ന് പറയുന്നത് കൃഷ്ണനോട് പ്രണയം, അയ്യപ്പനോട് പ്രണയം, അല്ല ശിവനോട്, അല്ലെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളോട്. പക്ഷെ ഇവള് മാത്രം അതൊന്നും പറയാതെ നിർത്തിയതെന്താ? എടീ കൊച്ചെ, അപ്പം എന്തോ കള്ളത്തരം ഉണ്ട് ഇതിൻ്റെ അകത്ത്, നീ ഒന്ന് നോട്ട് ചെയ്തൊന്ന് വെച്ചേക്കാൻ പറഞ്ഞു. അതൊന്നുമില്ല പാപ്പ, നമുക്ക് നമ്മുടെ രജനീനെ അറിയത്തില്ലേ എന്ന് ചോദിച്ചു കൊച്ചെ. പിള്ളേരെല്ലാം എന്നെ ഇഷ്ടം കൂടി എന്നെ രേനി നാട്ടോ വിളിക്കുന്നേ. ആരും ഇളയവൻ മാത്രമേ മമ്മീന്ന് വിളിക്കാറുള്ളൂ, ബാക്കി ആരുമില്ല. എന്നെ എല്ലാവരും എൻ്റെ ചേട്ടത്തിമാരുടെ മക്കളാണേലും ആങ്ങളമാരുടെ മക്കളാണെങ്കിലും എല്ലാവരും എന്നെ രജനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എൻ്റെ നാട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നത് കൊച്ചേന്ന് പറഞ്ഞാലേ അറിയപ്പെടുള്ളൂ. എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയതായത് എല്ലാവരും കൊച്ചേന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല പപ്പ എന്ന് പറഞ്ഞിട്ടൊന്നും പപ്പായ്ക്ക് മോൻ തെളിഞ്ഞില്ലെന്നാണ് പറയുന്നത്. എന്താ ഇതിനൊക്കെ ചെയ്യുക അല്ലേ? പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉള്ളതാ ജീവിതം. അതും ഒരു രസമല്ല. അപ്പം മനഃപൂർവ്വം ഇന്നലെ എന്നുവെച്ചാൽ ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കൂടെ ലൈവിൽ ഒരു 2-2.25 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേനും എൻ്റെ ഫോണിൽ നിന്ന് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി, ഫോൺ ഓഫായിപ്പോയി. അത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞ് ചാർജൊക്കെ ആയി വന്നപ്പോഴത്തേനും സമയമായല്ലോ. പിന്നെ നിങ്ങളെ ഉറങ്ങാൻ പോകണ്ടേ? പിന്നെ ഞാൻ വരുന്നത് ശരിയല്ലല്ലോ. രാത്രി 1 മണിക്കും 2 മണിക്കും ഒന്നും ഇരുന്ന് ലൈവിൽ പോകുന്നതിനോട് എനിക്കും താല്പര്യമില്ല, ഫാമിലിക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതൊന്ന് വരാഞ്ഞതും. നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറയാതെ ഇറങ്ങി പോകേണ്ടി വന്നതിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി. അപ്പം നമ്മൾക്ക് അടുത്ത ദിവസം ഇത് ചാർജ് ഇറങ്ങി പോകാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ട് ഇനി ലൈവിലിരിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഏകദേശം ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചെറുപ്പകാലത്ത് എൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല. എന്നെ കണ്ട കാഴ്ചയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു, ആരും അടുത്തടിപ്പിക്കത്തില്ലായിരുന്നു, അടുത്തിരുത്തത്തില്ലായിരുന്നു, ടീച്ചേഴ്സ് പോലും വന്ന് എൻ്റെ പേപ്പറോ എൻ്റെ നോട്ട്സോ നോക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടം, അതൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ട് കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങളിൽ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് മുരിഞ്ഞു പോകാനും ഇത്രയും മാറ്റം വരാനും എന്താ കാരണം. ഞാൻ കടയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സാധനവും മേടിച്ചിട്ടില്ല, അതല്ല എൻ്റെ ബോഡി ക്രീമോ അങ്ങനെയുള്ളതൊന്നും ഇല്ലെന്നേ. അതെന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു ഷോർട്ട് വീഡിയോയിൽ ഉറപ്പായിട്ട് ഞാൻ എന്താ ചെയ്തത് നിങ്ങളോട് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനമുണ്ട്. ഞാൻ ഒരു ടെൻഷനും എടുത്ത് തലയിൽ കയറ്റി വയ്ക്കും. നമ്മൾ ടെൻഷൻ അടിച്ചാലും അടിച്ചില്ലേലും നമുക്ക് വരാനുള്ളത് വന്നിരിക്കും. അല്ലെങ്കിൽ ആ ടെൻഷനും കൂടെ നമ്മൾ കയറ്റി വെച്ചിട്ട് നമ്മൾ പല രോഗത്തിനും അടിമയായിപ്പോൾ ടെൻഷൻ അങ്ങ് വിട്ടേരുന്നേ. വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് തന്നെ വന്നിരിക്കും.
പിന്നെ ഹസ്ബൻഡിനോടുള്ള ഒരു മറുപടിയാണിത്. ഹസ്ബൻഡിനോട് മറുപടി പറയണ്ടേ? അല്ലെ നിങ്ങൾക്കും അറിയണ്ടേ എനിക്ക് ആരോട്? അയ്യോ ഇവർക്ക് ഇത്രയും പ്രായമായി, മക്കളായി, പൊടിക്കുഞ്ഞുണ്ട്, എന്നിട്ട് ഇവർക്ക് പ്രേമമെന്നൊക്കെ ഓർത്തോണ്ട് നിങ്ങൾ ഞെട്ടിപ്പോയിട്ടില്ലേ? എന്തായാലും ഞെട്ടുമൊന്നും വേണ്ട, ഉറപ്പാ എനിക്കുണ്ട്. എന്താ ആരോടാന്ന് പറയട്ടെ? ഇപ്പൊ എല്ലാരും പറയും എനിക്ക് ദൈവത്തിനോടാണ് പ്രണയം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടോ അല്ലെ അമ്മയോടോ അല്ലെ എൻ്റെ സഹോദരൻ്റെ ഹസ്ബൻഡിനോടോ മക്കളോടോ. എനിക്ക് അവരോടൊന്നും അല്ല. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സ്നേഹം, ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ് അവരോടൊക്കെ ഉള്ളത്. എൻ്റെ അമ്മച്ചിയോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ പോലെ സ്നേഹം, പുള്ളിയോടാണേലും ഈശ്വരന് തുല്യം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും ഒരു പ്രണയവും എനിക്ക് ആരോടുമില്ല. എൻ്റെ പ്രണയം ആരോടാന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. എൻ്റെ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്, വേറെ ആരോടുമല്ല. എന്നെ ഞാൻ പ്രണയിച്ചില്ല, പിന്നെ വേറെ ആരാ എന്നെ പ്രണയിക്കാണ്ടിരിക്കുന്നത്? എന്നോടുള്ള പ്രണയം കൊണ്ടാണ് എൻ്റെ ബോഡി ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നോടുള്ള ഒരു സ്വയം ഒരു ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഇന്നും ഡെയിലി കുളിക്കും. രാവിലെ ഒന്ന് കുളിച്ചാലും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മേല് കഴുകും. ശരീരത്ത് ശകലം ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മുരിയൊക്കെ പോകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊക്കെ മേത്തൊക്കെ ഒന്ന് ശകലമൊക്കെ തൂത്ത് ശരിയാക്കി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാൻ അങ്ങനെ എല്ലാം ചെയ്തിട്ട് കണ്ണിലോട്ട് ഇങ്ങനെ നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് മുഖമൊക്കെ കഴുകി. അപ്പം എനിക്ക് എന്നോട് തന്നെ പ്രണയം ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം ഇതുപോലെ സൂക്ഷിക്കുന്നത്. എൻ്റെ ശരീരം വേറെ ആർക്കെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തന്നെ സൂക്ഷിക്കണം. അല്ലാണ്ട് മറ്റൊരാൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ലത്. നമുക്ക് നമ്മുടെ ബോഡിയോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നത്, നമ്മൾ ഇഷ്ടമുള്ളത് പോണക്ക് നമ്മുടെ മുഖം മേക്കപ്പ് ചെയ്ത് നടക്കുന്നത്, എന്നിട്ട് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തിയല്ലേ? കൊള്ളാം, കുഴപ്പമില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞു ഓ അയ്യേ ഇങ്ങനെയൊന്നും പറയത്തില്ല, അത്യാവശ്യം കൊള്ളാം, കണ്ടോ അവരാ പ്രായത്തിലും കണ്ടോ ഇരിക്കുന്നത് കണ്ടോ, എന്ത് മിടുക്കിയായിട്ടായിരിക്കുന്നത്, അങ്ങനെ വേണം നടക്കാനായിട്ടെന്ന്. അല്ലാതെ നമുക്കൊരു പ്രായമായി അല്ലെ കുറച്ച് പ്രാരാബ്ധമായി അല്ലെ കൊച്ചുമക്കളായി എന്നോർത്തുകൊണ്ട് നമ്മൾ കയറി പറഞ്ഞ് നാറി നനഞ്ഞൊന്നും നടക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മൾ തന്നെ വേണം നമ്മളെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ട് നടക്കാനായിട്ട്. അതാണ് സ്വയം പ്രണയം എന്ന് പറയുന്നത്. അതില്ലാത്തവരുണ്ടല്ലോ, നമ്മൾ വീണു പോകും. നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ എടുക്കാതെയൊക്കെ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം താന്നു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമേ വേണ്ട പ്രണയവും ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് നമ്മളോട് തന്നെ ആവട്ടെ കേട്ടോ. എനിക്ക് എന്നോട് തന്നെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകിച്ച് കണ്ടിയാൽ ഇങ്ങനെ നോക്കും, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും. അല്ലെങ്കിൽ ഒരു ഇച്ചിരൂടെ ഒരു സ്കിന്നൊക്കെ ചുളുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കഴിഞ്ഞൊന്നും നമ്മൾ നോക്കത്തില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രണയവും ഇഷ്ടമൊക്കെ ഉള്ളൂ മറ്റുള്ളവരോട്. ഇപ്പോൾ എൻ്റെ പ്രണയം ആരോടാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് പറയാനല്ലായിരുന്നോ മടി? എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഞാനിത് പുള്ളിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നും അല്ലെന്നേ, എൻ്റെ പിള്ളേർക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ടെൻഷനും മാറി, നിങ്ങൾക്കുള്ള ആൻസറും ആയില്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രണയം ആരോടാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നത്, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവസാനം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മളെല്ലാവരും കൂടെ ലൈവിലിരുന്നപ്പം കറണ്ട് പോയി, കറണ്ടല്ല കേട്ടോ, ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി, ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഉണ്ടല്ലോ കുറേ കമൻറ്റുകൾ എൻ്റെ ഫോണിൽ നിന്നെല്ലാം പോയി. ഇപ്പോൾ ഒരു 10 12 കമൻറ്റ് മാത്രമേ ബാലൻസ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ ആ 12 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഞാൻ. നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ, ഓക്കേ.